സാർ, അദ്ദേഹം പറഞ്ഞത് SSLC പരീക്ഷയിൽ ജയിച്ചിട്ട് 10ാം തരം പാസ്സാകുന്ന കുട്ടികൾ എഴുതാനും വായിക്കാനും പോലും അറിയാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പഠനങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. 10ാം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും +1 സീറ്റ് നൽകേണ്ടതില്ല എന്ന സർക്കാരിൻ്റെ നയമാണ്. വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സാർ, അത് പിന്നെ 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു നയം ഗവൺമെൻറ്റിനില്ല. അവർക്ക് നന്നായി തന്നെ അവർ പഠിച്ച് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച് വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ പാസ്സായി വരുന്ന മുഴുവൻ കുട്ടികൾക്കും +1 പ്രവേശനം കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സജി ചെറിയാനൂർ പ്രസംഗത്തിൻ്റെ ഒഴുക്കിന് വേണ്ടി ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സാർ. വല്ല ഗവൺമെൻറ് എടുക്കുന്നത്. എൻ്റെ പ്രസംഗത്തിൻ്റെ ഫുൾ ടെസ്റ്റ് നിങ്ങൾ കേൾക്കണം. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായ ചില കുട്ടികൾ എഴുത്തും വായന അറിയില്ല. അതിലൊരു കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഒരു അപേക്ഷ എനിക്ക് തന്നു. വിഷ്ണുരാജ് എന്ന് പറഞ്ഞൊരു കുട്ടി, ആളുടെ പേര് ഞാൻ പറയുകയാണ്. ആ അപേക്ഷയിൽ വായിച്ചപ്പോൾ അക്ഷരത്തെറ്റ് വ്യാപകമായി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രയാസം മനസ്സിൽ തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എഴുത്തും വായന അറിയാത്ത കുട്ടികളുണ്ട് എന്ന ചില കുട്ടികളുണ്ട്. ഈ പരാമർശമാണ് നടത്തിയത്. അത് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങ് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഓൾ പാസ് കൊടുത്തത് ഞാൻ ഈ വകുപ്പിനെ പറ്റിയല്ല പറഞ്ഞു. UDFൻ്റെ കാലത്ത് ഇവിടെ ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്, LDFൻ്റെ കാലത്ത് ഓൾ പാസ് കൊടുത്തിട്ടുണ്ട്. ഓൾ പാസ് 99% 1% വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അതിനെ ഇങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ചർച്ച നടക്കട്ടെ. ജനാധിപത്യ രാജ്യമല്ലേ, പൊതുസമൂഹത്തിൽ ചർച്ച നടക്കട്ടെ. അത്